റിയാസ് മൗലവി വിവാദത്തിൽ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യ തെളിവുകൾ വിധി പകർപ്പിൽ ഇല്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് പറയുന്നു. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ ഉടൻ അപ്പീൽ കൊടുക്കും. റിയാസ് മൗലവിയുടെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ താൻ നിയമ പോരാട്ടം തുടരുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിദ് അല്പം മുമ്പ് 24 പറഞ്ഞു. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? ഒരു തരത്തിലുള്ള വീഴ്ചയും പ്രോസിക്യൂഷനും പോലീസിനും സംഭവിച്ചിട്ടില്ല. വീഴ്ച സംഭവിച്ചു എന്നത് ചില രാഷ്ട്രീയ പാർട്ടിക്കാരുടെ മനഃപൂർവ്വമുള്ള പ്രസ്താവനകൾ മാത്രമാണ്. ഒന്നാമത് ഈ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒരിക്കലും ഈ റിയാസ് മൗലവി കേസിൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവർ പ്രസ്താവനകൾ നടത്തുകയാണ്. നമ്പർ 1, റിയാസ് മൗലവി കൊല്ലപ്പെട്ടു എന്നുള്ള വസ്തുത അവർക്കറിയാം. 3 പ്രതികൾ അറസ്റ്റ് ചെയ്തു എന്നറിയാം. അവരെ ഇന്നലെ കോടതി കുറ്റവിമുക്തരാക്കി എന്നും അറിയാം. അതിൽ കൂടുതൽ ഒന്നും അറിയാതെ നടത്തുന്ന പ്രസ്താവനകളാണ് വീഴ്ച പറ്റിയെന്ന്. 3 പ്രതികളെയും വെറുതെ വിട്ട നടപടി സ്വാഭാവികമായിട്ടും അത്തരമൊരു ആക്ഷേപത്തിന് ശക്തി പകരുന്നതല്ലേ? ആക്ഷേപം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ രാജ്യത്തെ ഏത് കോടതിയും പ്രതികളെ വെറുതെ വിടുമ്പം ഒരു വാക്കെഴുതും, പ്രോസിക്യൂഷൻ ഫെയിൽ ടു പ്രൂവ് ദി ഒഫൻസ് അഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ്. അതാണ് ജഡ്ജ്മെന്റിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്, പോലീസിനെ പറ്റി ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുത ഒരിക്കലും നിയമപരമായി നിലനിൽക്കാത്തതാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സമീർ സി മുഹമ്മദ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ. പറയൂ. ഗുഡ് മോർണിംഗ് SKN, ഹാപ്പി ഈസ്റ്റർ. റിയാസ് മൗലവി വധവുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് കോടതി വിധി പറഞ്ഞത്. 3 പ്രതികളെയും വെറുതെ വിട്ട വിധിയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു ഞെട്ടലിലാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ. ഒരു വിധത്തിലുമുള്ള വീഴ്ചയും പോലീസിനോ പ്രോസിക്യൂഷനോ സംഭവിച്ചിട്ടില്ല എന്ന കാര്യമാണ് പ്രോസിക്യൂട്ടർ ടി ഷാജിത്ത് വ്യക്തമാക്കുന്നത്. വിധിയിലെ ചില കാര്യങ്ങൾ, അതായത് ഈ പ്രതിയുടെ 1-ാം പ്രതിയുടെ വസ്ത്രം ഉൾപ്പെടെ തെളിവായിക്കൊണ്ട് കോടതിയിൽ സമർപ്പിച്ചതാണ്. ആ വേളയിൽ കോടതി ചോദിക്കുന്നത്, ഈ വസ്ത്രത്തിൽ നിന്ന് രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ വിയർപ്പിൻ്റെയോ DNA എന്തുകൊണ്ട് ശേഖരിച്ചില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പ്രതി തന്നെ തൻ്റേതാണ് ഈ വസ്ത്രമെന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ അത്തരം ഒരു തെളിവിലേക്ക് പോകേണ്ടത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. ഇങ്ങനെ വിവിധ തരങ്ങളിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെയാണ് 87 സാഹചര്യ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതൊന്നും തന്നെ ഈ വിധി പകർപ്പിലില്ല. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ലംഘനം ഈ വിധി പകർപ്പിലുണ്ട് എന്നും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വൈകാതെ ഹൈക്കോടതിയെ സമീപിക്കും. ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് പ്രോസിക്യൂഷൻ ലഭിച്ചിട്ടില്ല. വിധി പകർപ്പ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. അത് സാക്ഷ്യപ്പെടുത്തിയ പകർപ്പോടെ ലഭ്യമാകുന്ന മുറയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കും. ഈ കുടുംബത്തിന് നീതി ലഭ്യമാകും വരെ നിയമപോരാട്ടം തുടരും എന്ന കാര്യമാണ് ടി ഷാജിത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിധിയിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 7 വർഷത്തോളം അവർ വിവിധ കോടതികളിൽ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ ആ ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള കാരണം പോലീസിൻ്റെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ്റെയും ശക്തമായ വാദമുഖങ്ങളായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു വിധിയോടുകൂടെ തനിക്കും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വലിയ രീതിയിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം കൂടി ടി ഷാജിത്ത് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകും എന്ന കാര്യവും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. റിയാസ് മൗലവി വിവാദത്തിൽ ഉണ്ടായ വിധി ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്.